ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എജു ഗ്ലോ പി എസ് സിയുടെ ഈ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ജൂലൈ മാസം 2020 കറണ്ട് അഫയേഴ്സാണ്. ഈ പരമ്പരയിലെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ജൂൺ മാസം 2020 വരെയുള്ള, അതായത് ജനുവരി മാസം മുതൽ ജൂൺ വരെയുള്ള കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഞാൻ നിഷാദിറ്റി. എല്ലാ കൂട്ടുകാർക്കും എജു ഗ്ലോ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കറണ്ട് അഫയേഴ്സ് ജൂലൈ മാസം 2020 ജൂലൈ മാസത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സാണ് ഇന്ന്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യ മുക്ത പദവി ലഭിക്കുന്ന മുനിസിപ്പാലിറ്റി വടകരയാണ് ഉത്തരം. കോഴിക്കോട് ജില്ലയിലെ വടകരയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത പദവി ലഭിക്കുന്ന മുനിസിപ്പാലിറ്റി. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത് എന്നാണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത് 2020 ജൂലൈ മാസം 20-ാം തീയതിയാണ്. ഉത്തരം 2020 ജൂലൈ 20. കേരളത്തിലെ പ്രഥമ ധ്രുവ പഠന കേന്ദ്രം ആരംഭിച്ച സർവകലാശാല? ഉത്തരം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അഥവാ കുസാറ്റ്. 2018 ജക്കാർത്ത ഏഷ്യൻ ഗെയിംസ് ഏത് മലയാളി താരത്തിൻ്റെ വെള്ളി മെഡലാണ് സ്വർണമാക്കി ഉയർത്തിയത്? ഉത്തരം മുഹമ്മദ് അനസ്. ഇന്ത്യയിലെ രണ്ടാമത്തെ പ്ലാസ്മ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം തമിഴ്നാട്. ആദ്യത്തെ പ്ലാസ്മ ബാങ്ക് ഇന്ത്യയിൽ നിലവിൽ വന്നത് ഡൽഹിയിലാണ്. വെസ്റ്റ് ഇൻഡീസും ഇന്ത്യയും, അതായത് ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ നടക്കുന്ന വിറ്റ്സൺ ട്രോഫിയുടെ പുതിയ പേര് റിച്ചാർഡ് ബോതം ട്രോഫി എന്നാണ്. അടുത്തതായിട്ട് ഇന്ത്യൻ നേവിയുടെ ഏറ്റവും പുതിയ സോളാർ പ്ലാന്റ് എവിടെയാണ് നിലവിൽ വരുന്നത്? ഏഴിമലയിലാണ് ഇന്ത്യൻ നേവിയുടെ ഏറ്റവും പുതിയ സോളാർ പ്ലാന്റ് നിലവിൽ വരുന്നത്. 2020 IPL ക്രിക്കറ്റ് ടൂർണമെൻറ്റ് വേദി UAE ആണ് ഉത്തരം. അപ്പോൾ എവിടെയാണ് വേദി? UAE. കാർഗിൽ വിജയ് ദിവസ് ജൂലൈ 26-നാണ് കാർഗിൽ വിജയ് ദിവസമായിട്ട് ആഘോഷിക്കുന്നത്. 2020 ജൂലൈയിൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകൾക്ക് കേടുപാടുകൾ വരുത്തി, അഥവാ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകളെ ബാധിച്ച മാൽവെയർ ഏതാണ്? ബ്ലാക്ക് റോക്ക് ആണ്. ഉത്തരം ബ്ലാക്ക് റോക്ക്. ദി സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? സ്റ്റീവ് വോ. ദ സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് സ്റ്റീവ് വോ. ഇന്ത്യയിൽ ആദ്യമായി സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് ഓൺലൈനായി നടത്തിയ സംസ്ഥാനം ഏതാണ്? കേരളം. ഉത്തരം കേരളം. COVID-19 പശ്ചാത്തലത്തിൽ സ്വന്തം നാട്ടിലേക്ക് തിരികെ മടങ്ങിയെത്തിയ അതിഥി തൊഴിലാളികൾക്കായിട്ട് ഗരീബ് കല്യാൺ റോസ്ഗാർ അഭിയാൻ എന്ന പേരിൽ 5000 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കും. ആ പദ്ധതിയാണ് ഗരീബ് കല്യാൺ റോസ്ഗാർ അഭിയാൻ. COVID-19 വ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ആരോഗ്യ പഥ് എന്ന പേരിൽ നാഷണൽ ഹെൽത്ത് കെയർ സപ്ലൈ ആരംഭിച്ചു. 2020 പീസ് പ്രൈസ് ഓഫ് ജർമ്മൻ ബുക്ക് ട്രേഡ് നേടിയ ഇന്ത്യൻ വംശജനായ വ്യക്തി ആരാണ്? അമർത്യ സെൻ ആണ് ഉത്തരം. അമർത്യ സെൻ. 2020 പീസ് പ്രൈസ് ഓഫ് ജർമ്മൻ ബുക്ക് ട്രേഡ് അർഹനായ ഇന്ത്യക്കാരനായ ഇന്ത്യൻ വംശജൻ അമർത്യ സെൻ. 2019 ഉരുൾപൊട്ടലുണ്ടായ വയനാട് പുത്തുമലയിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളുടെ പുനരധിവാസത്തിന് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഹർഷം. ഏതാണ് പദ്ധതി? ഹർഷം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ് ആൻഡ് റെസിലിയൻസ് ഷെയർഡ് അക്രോസ് മേപ്പാടി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അടുത്തതായിട്ട് വരുന്നത് ഹിമാചൽ പ്രദേശിന് കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിൻ്റെ ഈ പഞ്ചായത്ത് പുരസ്കാരം 2020 ലഭിച്ചു. ഏത് സംസ്ഥാനത്തിനാണ്? ഹിമാചൽ പ്രദേശിന്. COVID-19 പശ്ചാത്തലത്തിൽ ഓൺലൈനായി ഡോക്ടറെ കാണുന്നതിനായി ഈ സഞ്ജീവനി എന്ന പേരിൽ ടെലിമെഡിസിൻ പദ്ധതി കേരള സർക്കാർ ആരംഭിച്ചു. പഞ്ചാബിൻ്റെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആരാണ്?
വിനി മഹാജൻ, അതായത് പഞ്ചാബിൻ്റെ ആദ്യത്തെ ചീഫ് സെക്രട്ടറിയായി വിനി മഹാജൻ ചുമതലയേറ്റു. ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ്-19 പ്രതിരോധത്തിനായി പ്ലാസ്മ ബാങ്ക് ആരംഭിക്കുന്ന എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അടുത്തതായിട്ട് വിദ്യാർത്ഥികളുടെ പഠനത്തിനായിട്ട് ലാപ്ടോപ്പ് നൽകുന്ന KSEBയുടെ പദ്ധതി ഏതാണ്? വിദ്യാശ്രീയാണ് പദ്ധതി. വിദ്യാശ്രീ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ചെയർമാൻ ആരാണ്? ശ്രീകാന്ത് മാധവ് വൈദ്യയാണ്. ആരാണ്? ശ്രീകാന്ത് മാധവ് വൈദ്യ. ഇന്ദിരാമണി പാണ്ഡെ ഐക്യരാഷ്ട്രസഭയിലെ അതുപോലെ ജനീവയിലെ മറ്റ് അന്താരാഷ്ട്ര സംഘടനകളുടെയും ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഇന്ദിരാമണി പാണ്ഡെ. അടുത്തതായിട്ട് ഇന്ത്യയുടെ അറ്റോർണി ജനറലായി KK വേണുഗോപാൽ, അതുപോലെ സോളിസിറ്റർ ജനറലായി തുഷാർ മേത്തയുടെയും കാലാവധി ദീർഘിപ്പിച്ചു. അപ്പോൾ ഇന്ത്യയുടെ അറ്റോർണി ജനറലായിട്ട് KK വേണുഗോപാലിൻ്റെയും സോളിസിറ്റർ ജനറലായി തുഷാർ മേത്തയുടെയും കാലാവധി ദീർഘിപ്പിച്ചു. അയർലൻഡിലെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? മൈക്കിൾ മാർട്ടിനാണ്. അയർലൻഡിലെ പുതിയ പ്രധാനമന്ത്രിയാണ് മൈക്കിൾ മാർട്ടിൻ. മലപ്പുറം ജില്ലയിലെ കരിമ്പുഴയിൽ കേരളത്തിൻ്റെ 18ാമത് വന്യജീവി സങ്കേതം നിലവിൽ വന്നു. ഈ വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തീർണം 27.97 ചതുരശ്ര കിലോമീറ്ററാണ്. അമരമ്പലം, വടക്കേക്കോട്ട എന്നീ പ്രദേശങ്ങളും ഉൾപ്പെട്ടതാണ് ഈ വന്യജീവി സങ്കേതം. അപ്പോൾ മലപ്പുറം ജില്ലയിലെ കരിമ്പുഴയിലാണ് കേരളത്തിൻ്റെ 18ാമത് വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. നിലവിലെ കോവിഡ്-19 സാഹചര്യത്തിൽ മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരധിവാസവും കേരളത്തിലെ സമഗ്ര വികസനവും ലക്ഷ്യമാക്കി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഏത്? ഡ്രീം കേരള. ഏതാണ്? ഡ്രീം കേരള. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ജീൻ കാസ്റ്റക്സ് ആണ്. ജീൻ കാസ്റ്റക്സ്. അതുപോലെ ഫ്രാൻസിൻ്റെ പുതിയ പ്രസിഡൻ്റാണ്, അല്ലെങ്കിൽ നിലവിലെ പ്രസിഡൻ്റാണ് ആര്? ഇമാനുവേൽ മാക്രോൺ. ആരാണ്? ഇമാനുവേൽ മാക്രോൺ. 2024 വനിതാ ഫിഫ ലോകകപ്പിന് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ വേദിയാകും. 2024 വനിതാ ഫിഫ ലോകകപ്പിന് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ വേദിയാകും. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോവിഡ്-19 ചികിത്സാ കേന്ദ്രം ഏതാണ്? സർദാർ വല്ലഭായ് പട്ടേൽ കോവിഡ് കെയർ സെൻറ്റർ. എവിടെയാണ്? ഡൽഹിയിലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ കോവിഡ് കെയർ സെൻറ്റർ, ഡൽഹി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം കർണാടകത്തിലെ ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിലവിൽ വരും. ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിലവിൽ വരും. അസമിലെ വന്യജീവി സങ്കേതമായ ഡെഹിങ് പട്കായി വൈൽഡ് ലൈഫ് സാങ്ച്വറി ദേശീയ ഉദ്യാന പദവി ലഭിച്ചു. അസമിലെ വന്യജീവി സങ്കേതമായ ഡെഹിങ് പട്കായി വൈൽഡ് ലൈഫ് സാങ്ച്വറിക്ക് ദേശീയ ഉദ്യാന പദവി ലഭിച്ചു. 2019 ഒക്ടോബർ 31 തെക്കൻ ബ്രസീലിൽ 700 കിലോമീറ്ററിൽ ഉണ്ടായ മിന്നൽ പിണർ ലോക റെക്കോർഡ് സ്ഥാപിച്ചു. ലോക റെക്കോർഡാണ്. ലോക ബാഡ്മിൻ്റൺ വിസ്മയമായ ചൈനയുടെ ലിൻഡ വിരമിച്ചു. ലോക ബാഡ്മിൻ്റൺ വിസ്മയമായ ചൈനയുടെ ലിൻഡ വിരമിച്ചു. 2 ഒളിമ്പിക് സ്വർണം, അതുപോലെ തന്നെ 5 ലോക കിരീടവും നേടിയിട്ടുണ്ട്. ഇപ്പോൾ ചൈനയുടെ ലോക ബാഡ്മിൻ്റൺ വിസ്മയമാണ് ആര്? ചൈനയുടെ ലിൻഡ. അദ്ദേഹമാണ് വിരമിച്ചത്. അദ്ദേഹം 2 ഒളിമ്പിക് സ്വർണവും 5 ലോക കിരീടവും നേടിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധി ശിഷ്യനുമായിരുന്ന രൈരു നായർ അന്തരിച്ചു. പൊതുജനങ്ങൾക്ക് കളക്ട്രേറ്റിൽ നേരിട്ട് വരാതെ വീട്ടിലിരുന്ന് പരാതികൾ സമർപ്പിക്കുന്നതിനായി മീറ്റ് യുവർ കളക്ടർ കോൾ പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ്? ചോദിക്കും. കോഴിക്കോടാണ്. പഠിക്കുക. കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി കാലുകൾ അണുവിമുക്തമാക്കുന്ന കേരള കയർ കോർപ്പറേഷൻ വികസിപ്പിച്ച ഉൽപ്പന്നം. കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി കാലുകൾ അണുവിമുക്തമാക്കുന്ന കേരള കയർ കോർപ്പറേഷൻ വികസിപ്പിച്ച ഉൽപ്പന്നമാണ് സാനിമാറ്റ്. ഏതാണ്? സാനിമാറ്റ്. 2020 ജൂലൈയിൽ നാട്ടുമാവ് പൈതൃക പ്രദേശമായി പ്രഖ്യാപിച്ച കേരളത്തിലെ പ്രദേശം. ഉത്തരം കണ്ണപുരം. കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം. കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് ഹോമിയോ ആയുർവേദ ഡോക്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി പത്തനംതിട്ട ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് മുന്നോട്ട്.
കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് ഹോമിയോ ആയുർവേദ ഡോക്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായിട്ട് പത്തനംതിട്ട ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് മുന്നോട്ട്. ഹാം മിസൈലുകൾ, HAMME ഹാം മിസൈലുകൾ ഇന്ത്യ സ്വന്തമാക്കുന്ന ഏത് രാജ്യത്തു നിന്നാണ്? ഫ്രാൻസിൽ നിന്നുമാണ് ഇന്ത്യ വാങ്ങുന്നത്. ജൂലൈ 27 ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ 5ാം ഓർമ്മ ദിനമാണ്. ജൂലൈ 27. ഏത് ഇന്ത്യൻ സായുധ സേനയാണ് 82ാം റൈസിംഗ് ദിനം ജൂലൈ 27 ആഘോഷിച്ചത്? CRPF ആണ്. 82ാം റൈസിംഗ് ദിനം ജൂലൈ 27 ആഘോഷിച്ചത് CRPF. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2021 വേദി എവിടെയാണ്? ഹരിയാനയാണ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2021 വേദി ഹരിയാന. അതുപോലെ തന്നെ 3ാം എഡിഷൻ ഖേലോ ഇന്ത്യയുടെ മൂന്നാം എഡിഷൻ ചാമ്പ്യൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയാണ് ഉത്തരം. അതുകൂടെ ഓർത്തിരിക്കുക. അടുത്തിടെ അന്തരിച്ച കമ്പ്യൂട്ടർ മൗസിൻ്റെ സഹസ്രഷ്ടാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വില്യം ഇംഗ്ലീഷ്. ആരാണ്? വില്യം ഇംഗ്ലീഷ്. ഇൻ്റർനാഷണൽ ടൈഗർ ഡേ എന്നാണ്? ടൈഗർ ഡേ ജൂലൈ 29 ഇൻ്റർനാഷണൽ ടൈഗർ ഡേ. രണ്ടാമത്തെ APJ അവാർഡ് നേടിയത് ആരാണ്? രണ്ടാമത്തെ APJ അവാർഡ് നേടിയത് S സോമനാഥാണ്. S സോമനാഥ്. ആദ്യത്തെ APJ അവാർഡ് നേടിയത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ. ഇന്ത്യയിൽ ആകെ നിരോധിച്ച ചൈനീസ് ആപ്പുകളുടെ എണ്ണം എത്രയാണ്? 106 ആപ്പുകളാണ് ഇന്ത്യയിലാകെ നിരോധിച്ചത്. 106 ചൈനീസ് ആപ്പുകളാണ് ഇന്ത്യയിലാകെ നിരോധിച്ചത്. ക്ഷീരസംഘങ്ങൾ മുഖേന ഓൺലൈൻ പാൽ വിതരണം കാര്യക്ഷമമാക്കാൻ ക്ഷീര വികസന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പാണ് ക്ഷീരശ്രീ. ICC ചെയർമാൻ ആരാണ്? ഗ്രെഗ് ബാഴ്സലിയാണ്. ആരാണ്? ഗ്രെഗ് ബാഴ്സലി. ICC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ഇന്ത്യയുടെ ശശാങ്ക് മനോഹർ രാജിവെച്ചു. സംഘടനയുടെ ആദ്യത്തെ സ്വതന്ത്ര അധ്യക്ഷനായിരുന്നു ശശാങ്ക് മനോഹർ. പ്രശസ്ത ഇറ്റാലിയൻ സംഗീത സംവിധായകൻ ഓസ്കാർ ജേതാവുമായ എനിയോ മോറിക്കോൺ അന്തരിച്ചു. ആരാണ്? എനിയോ മോറിക്കോൺ അന്തരിച്ചു. മലയാളത്തിലെ നോവലിസ്റ്റായ സുധാകർ മംഗളോദയം അന്തരിച്ചു. UAEയുടെ ചൊവ്വ ദൗത്യം മിറ്റ്സുബിഷി H2A എന്ന റോക്കറ്റാണ് ഇതിനായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ UAEയുടെ ചൊവ്വ ദൗത്യത്തിൻ്റെ ആദ്യഘട്ടം വിജയകരമാണ്. ഇത് അറബ് മേഖലയിൽ നിന്നുള്ള ആദ്യത്തെ ചൊവ്വ ദൗത്യമാണ്. ജപ്പാനിലെ താനെ ഗഷിമ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും നിന്നുമാണ് വിക്ഷേപിച്ചത്. ഈ മിഷൻ്റെ പേര് എമിറേറ്റ്സ് മാർസ് മിഷൻ എന്നാണ്. എമിറേറ്റ്സ് മാർസ് മിഷൻ അല്ലെങ്കിൽ ഹോപ്പ് പ്രോബ് എന്നും അറിയപ്പെടും. ഹോപ്പ് പ്രോബ് അഥവാ അൽ അമൽ എന്നും അറിയപ്പെടും. അൽ അമൽ. ഇന്ത്യയിൽ 47 ചൈനീസ് ആപ്പുകൾ ആദ്യമേ നിരോധിച്ചിരുന്നു. അതിനുശേഷം അങ്ങനെയല്ല, ഇന്ത്യയിൽ 47 ചൈനീസ് ആപ്പുകൾ ഈ അടുത്തതായിട്ട് നിരോധിച്ചു. ഇതിനു മുമ്പായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് 59 ആപ്പുകൾ നേരത്തെ തന്നെ നിരോധിച്ചിരുന്നു. അതുകൂടാതെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് 47 ചൈനീസ് ആപ്പുകൾ കൂടി നിരോധിച്ചു. രാജ്യത്തെ ആദ്യത്തെ സൗരോർജ്ജ ബോട്ട് ഏതാണ്? ആദിത്യ. ജലഗതാഗത വകുപ്പിൻ്റെ ആദിത്യ അന്താരാഷ്ട്ര തലത്തിൽ നൽകുന്ന ഗുസ്താവ് ട്രോഫി ബഹുമതി ലഭിച്ചു. ഇപ്പോൾ ആദിത്യ എന്ന സൗരോർജ്ജ ബോട്ടിന് ലഭിച്ച ബഹുമതിയാണ് ഗുസ്താവ് ട്രോഫി ബഹുമതി. COVID-19 പ്രതിരോധിക്കുന്നതിനായിട്ട് ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ച വാക്സിനാണ് കോവിഷീൽഡ്. ഓക്സ്ഫോർഡ് സർവകലാശാലയാണ് വികസിപ്പിച്ചത്. ഇന്ത്യ അമേരിക്ക സംയുക്തമായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടത്തിയ നാവിക അഭ്യാസമാണ് പാസെക്സ്. ഏതാണ്? പാസെക്സ്. ഇന്ത്യയും അമേരിക്കയും സംയുക്തമായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടത്തിയ നാവിക അഭ്യാസം പാസെക്സ്. കോവിഡ് പശ്ചാത്തലത്തിൽ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ച് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് നേതൃത്വത്തിൽ ആരംഭിച്ച ഓൺലൈൻ കൗൺസിലിംഗ് പരിപാടിയാണ് ചിരി. അപ്പോൾ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ഓൺലൈൻ കൗൺസിലിംഗ് പരിപാടിയാണ് ചിരി. ഉപയോഗശൂന്യമായ തോക്ക് കൊണ്ട് കേരള പോലീസ് ആസ്ഥാനത്ത് നിർമ്മിച്ച ശില്പമാണ് ശൗര്യ. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശൗര്യ. ശ്വാസകോശത്തിൽ കുഴൽ കടത്താതെ രോഗിക്ക് മുഖാവരണം വഴി ഓക്സിജൻ ലഭ്യമാക്കുന്ന ഇന്ത്യയുടെ തദ്ദേശീയ വെന്റിലേറ്ററാണ് സ്വസ്ത് വായു. ഏതാണ്? സ്വസ്ത് വായു. പരീക്ഷത്തിൻ്റെ ഇന്നലകൾ എൻ്റെയും എന്ന പുസ്തകം രചിച്ചതാരാണ്? MS മോഹനനാണ്. MS മോഹനൻ.
ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറി ആരാണ്? അജയ് ഭൂഷൺ പാണ്ഡെ. ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറിയാണ് ആര്? അജയ് ഭൂഷൺ പാണ്ഡെ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യത്തെ മാൻഹോൾ ക്ലീനിങ് റോബോട്ട് ഏതാണ്? ബെൻഡിക്കൂട്ട്. ഏതാണ്? ബെൻഡിക്കൂട്ട്. അസമിലാണിത് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിൽ ആദ്യമായിട്ട് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പഠനം എളുപ്പമാക്കാൻ ആയിട്ട് ഇ മെറ്റീരിയൽ ഫോർ ഇംഗ്ലീഷ് എന്ന പദ്ധതി ആരംഭിച്ച ജില്ലാ പഞ്ചായത്താണ് മലപ്പുറം. മലപ്പുറം ജില്ലാ പഞ്ചായത്താണ് ഇ മെറ്റീരിയൽ ഫോർ ഇംഗ്ലീഷ് എന്ന പദ്ധതി ആരംഭിച്ചത്. മൂന്നാമത് എഡിഷൻ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാവ് മഹാരാഷ്ട്ര. നേരത്തെ പറഞ്ഞതാണ്. കോവിഡ്-19 പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടുള്ള മികച്ച പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യൻ വംശജയായ കല നാരായണസ്വാമി സിംഗപ്പൂർ സർക്കാരിൻ്റെ പ്രസിഡന്റ് അവാർഡ് ഫോർ നേഴ്സ് അർഹയായി. ആർക്കാണ്? കല നാരായണസ്വാമി അല്ലേ? ഓക്കെ. അടുത്തതായിട്ട് എറണാകുളം ജില്ലയിൽ കരുമല ടൂറിസം പദ്ധതി നിലവിൽ വന്നു. അപ്പം കുരുമല ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന ജില്ല ഏതാണ്? ചോദിക്കാം. ഉത്തരം എറണാകുളം ജില്ലയാണ്. പഠിക്കുക. കുരുമല ടൂറിസം പദ്ധതി എറണാകുളം ജില്ലയിലാണ് നിലവിൽ വന്നത്. മധ്യപ്രദേശിലെ പുതിയ ഗവർണറായിട്ട് ആനന്ദിബെൻ പട്ടേൽ നിയമിതയായി. അധിക ചുമതലയാണ് നൽകിയിരിക്കുന്നത്. മധ്യപ്രദേശിലെ പുതിയ ഗവർണർ ആനന്ദിബെൻ പട്ടേൽ. ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകയായ അർച്ചന സാരംഗ് ഐക്യരാഷ്ട്രസഭയുടെ യൂത്ത് അഡ്വൈസറി ഗ്രൂപ്പ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് അംഗമായി. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ യൂത്ത് അഡ്വൈസറി ഗ്രൂപ്പ് ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൽ അംഗമായ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകയാണ് അർച്ചന സാരംഗ്. ഡോക്ടർ കെ കസ്തൂരിരംഗൻ അധ്യക്ഷനായ കമ്മിറ്റി ഫോർ ദി ഡ്രാഫ്റ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി സമർപ്പിച്ച പുതിയ വിദ്യാഭ്യാസ നയം 2020 ജൂലൈ 29 നിലവിൽ വന്നു. 2020 ജൂലൈ 29 നിലവിൽ വന്നു. 12 വർഷത്തെ സ്കൂൾ പഠനമാണ്. 5+3+3+4 പാറ്റേൺ ആണ്. 5+3+3+4. 5ാം ക്ലാസ് വരെയുള്ള പഠനം മാതൃഭാഷയിലും 6ാം ക്ലാസ് മുതൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവുമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. 2023 നടക്കുന്ന ICC പുരുഷ ഏകദിന ക്രിക്കറ്റിന് ആതിഥ്യം വഹിക്കുന്നത് ഇന്ത്യയാണ്. 2023 നടക്കുന്ന ICC പുരുഷ ഏകദിന ക്രിക്കറ്റിന് ആതിഥ്യം വഹിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നിലവിൽ വന്നത് എന്നാണ്? 2020 ജൂലൈ 20-നാണ്. നല്ല ക്വസ്റ്റ്യനാണ്. 2020 ജൂലൈ 20 നിലവിൽ വന്നു. ഇന്ത്യൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നിലവിൽ വന്നു. കേരളത്തിലെ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ്? ഒ സജിതയാണ്. ഒ സജിത. കോഴിക്കോട് ജില്ലയിലെ വടകര മുനിസിപ്പാലിറ്റി സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ പദ്ധതി ലഭിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി ആയി. നേരത്തെ പറഞ്ഞാൽ തോന്നുന്നു അല്ലേ? ഓക്കെ. ബുക്കർ പുരസ്കാരം ലഭിക്കാനാണ് കേട്ടോ. ബുക്കർ പുരസ്കാരം ലഭിക്കാനായി രൂപീകരിച്ച ആദ്യ പട്ടികയിൽ ഇന്ത്യൻ വംശജയായ അവനി ദോഷിയുടെ ബേൺഡ് സുഗർ എന്ന നോവലും ഇടം നേടി. അത് ആരെഴുതിയാണ്? അവനി ദോഷിയാണ് എഴുതിയത് എന്ന് പഠിക്കുക. 2020 ബുക്കർ പ്രൈസ് വിന്നർ ആരാണ്? ഡഗ്ലസ് സ്റ്റുവർട്ട്. ഏത് പുസ്തകത്തിനാണ്? ഷഗ്ഗി ബെയിൻ. ഇതാണ് ഷഗ്ഗി ബെയിൻ എന്ന പുസ്തകത്തിനാണ്. ഇനി കുറച്ച് ദിവസങ്ങളാണ്, വിശേഷപ്പെട്ട ദിവസങ്ങൾ പഠിക്കാം. ജൂലൈ മാസത്തെ നോക്കാം. ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമാണ്. ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനം. കേരളത്തിലെ വനമഹോത്സവം ജൂലൈ 1 മുതൽ ജൂലൈ 7 വരെയാണ്. ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. ജൂലൈ 12 മലാല ദിനം. ജൂലൈ 18 മണ്ടേല ദിനം. ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസ് അല്ലെങ്കിൽ ലോക കണ്ടൽ സംരക്ഷണ ദിനമായിട്ടും ആഘോഷിക്കുന്നത് ജൂലൈ 26. അപ്പം ജൂലൈ 26 2 പ്രത്യേകതകളുണ്ട്. ഒന്ന് കാർഗിൽ വിജയ് ദിവസമായിട്ട് ആഘോഷിക്കും. അതുപോലെ തന്നെ ലോക കണ്ടൽ സംരക്ഷണ ദിനമായിട്ടും ആചരിക്കും ജൂലൈ 26. ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനമാണ്. ജൂലൈ 29 ലോക കടുവാ ദിനമാണ്. ഓർത്തിരിക്കുക, ജൂലൈ 29 ലോക കടുവാ ദിനം. കോവിഡുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾ പിടികൂടുവാൻ വിവര പൊതുജന സമ്പർക്ക വകുപ്പ്. അപ്പോൾ വിവര പൊതുജന സമ്പർക്ക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഫാക്ട് ചെക്ക് ഡിവിഷൻ രൂപീകരിച്ചു. പഠിക്കുക, ഫാക്ട് ചെക്ക് ഡിവിഷൻ സ്ഥാപിച്ചു. വ്യാജ വാർത്തകൾ കണ്ടെത്തി തിരുത്തുകയാണ് ഉത്തരവാദിത്വം. അപ്പോൾ വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നതിനെതിരായിട്ടാണ് ഈ നടപടി.
സെൻട്രൽ മറൈൻ ഫിഷറീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് സമുദ്ര മത്സ്യ ഉൽപാദനം 1ാം സ്ഥാനം നേടിയത് തമിഴ്നാടാണ്. 2ാം സ്ഥാനം ഗുജറാത്ത്, 3ാം സ്ഥാനം കേരളം. ശുദ്ധജല മത്സ്യ ഉൽപാദനത്തിൽ 1ാം സ്ഥാനം കോട്ടയം ജില്ല, 2ാം സ്ഥാനം ആലപ്പുഴ ജില്ല. അത് ഓർക്കുക, 1ാം സ്ഥാനം കോട്ടയം ജില്ലയ്ക്കും 2ാം സ്ഥാനം ആലപ്പുഴ ജില്ലയ്ക്കും. അടുത്തതായിട്ട് കേരള സർക്കാരിൻ്റെ എല്ലാ ആരോഗ്യ ചികിത്സാ പദ്ധതികളും ഒരുമിച്ച് കൊണ്ടുള്ള പുതിയ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, KASP, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. സാഹിതിയുടെ മാർക്വേസ് അവാർഡ് 2020 നേടിയതാരാണ്? പെരുമ്പടവം ശ്രീധരനാണ്. ആരാണ്? പെരുമ്പടവം ശ്രീധരൻ. സംസ്ഥാനത്തെ 18ാമത് വന്യജീവി സങ്കേതമായ കരിമ്പുഴയിൽ കണ്ടുവരുന്ന അപൂർവയിനം തവളകളാണ് ഏത്? പന്നിമുക്കൻ തവളകളാണ് ഉത്തരം. ഇവയുടെ ശാസ്ത്രീയ നാമം പഠിക്കുക, നാസിക ബെട്രക്കസ് സഹ്യാദ്രിൻസിസ് എന്നാണ്. നാസിക ബെട്രക്കസ് സഹ്യാദ്രിൻസിസ്. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ജില്ലകളിലും തുടങ്ങിയ കൗൺസിലിംഗ് സെല്ലാണ് ഒപ്പം. ഏതാണ്? ഒപ്പം. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറാണ് പ്രൊഫസർ MK ജയരാജാണ് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ. ലോകത്തിലെ ആദ്യത്തെ സ്വയം നിയന്ത്രിത ഇലക്ട്രിക് കപ്പലുകൾ നിർമ്മിക്കുന്ന കേരളത്തിലെ പൊതുമേഖലാ കപ്പൽ നിർമ്മാണശാല ഏതാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. അതായത് നോർവീജിയൻ കമ്പനിയായ അസ്കോ മാരിടൈമിൻ്റെ സഹായത്തോടെ അമേരിക്കയ്ക്ക് വേണ്ടി ഓട്ടോണമസ് ഇലക്ട്രോണിക് ഫെറികളാണ് കൊച്ചി കപ്പൽ നിർമ്മാണശാല നിർമ്മിക്കുന്നത്. മനസ്സിലായല്ലോ. അടുത്തതായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആനകൾക്കായി പ്രകൃതി സൗഹൃദ ഗ്രാമം ഒരുങ്ങുന്ന എവിടെയാണ്? കോട്ടൂരാണ്. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ. കേരളത്തിലെ ജയിലുകളിൽ പെട്രോൾ പമ്പ് പദ്ധതി ആദ്യം നടപ്പാക്കിയത് തൃശ്ശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ്. സെൻട്രൽ ജയിലിലാണ്. K-ഫോൺ പദ്ധതിക്ക് സഹായമായി 1061 കോടി അനുവദിച്ചത് നബാർഡാണ്. K-ഫോൺ പദ്ധതിക്ക് സഹായമായി 1061 കോടി രൂപ അനുവദിച്ചത് നബാർഡ്. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കോവിഡ് ഉപദേശകനായി നിയമിതനായതാരാണ്? രാജീവ് സദാനന്ദനാണ്. ആരാണ്? രാജീവ് സദാനന്ദൻ. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കോവിഡ് ഉപദേശകനായിട്ട് നിയമിതനായത്, കോവിഡ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉപദേശകനായിട്ട് നിയമിതനായത് രാജീവ് സദാനന്ദൻ. മദ്രാസ് IIT വികസിപ്പിച്ചെടുത്ത പോർട്ടബിൾ ആശുപത്രി ഏതാണ്? മെഡിക്യാമ്പ്. ഏതാണ്? മെഡിക്യാമ്പ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മാലിന്യം പുറന്തള്ളുന്നതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ചൈനയാണ്, 2ാം സ്ഥാനം അമേരിക്കയാണ്. ഇന്ത്യ 3ാം സ്ഥാനത്താണ്. 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരിയാണ് കൃതിക പാണ്ഡെ. ആരാണ്? കൃതിക പാണ്ഡെ. പുസ്തകം ദി ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നാക്സ്. ഏതാണ് പുസ്തകം? ദി ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നാക്സ്. റേഷൻ വീട്ടിലെത്തിക്കുന്ന ഘർ റേഷൻ യോജന എവിടെയാണ് ആരംഭിച്ചത്? ഉത്തരം ഡൽഹിയിൽ ആരംഭിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖ കമ്പനിയായ അദാനി ഗ്രൂപ്പ് അടുത്തായി ഏറ്റെടുത്ത ആന്ധ്രാപ്രദേശിലെ തുറമുഖമാണിത്. കൃഷ്ണപട്ടണം. പഠിക്കുക, കൃഷ്ണപട്ടണം. രാജ്യത്തെ ഏറ്റവും വലിയ COVID-19 പരിചരണ കേന്ദ്രം എവിടെയാണ് നിലവിൽ വരുന്നത്? ബാംഗ്ലൂരിലാണ്. രാജ്യത്തെ ഏറ്റവും വലിയ COVID-19 പരിചരണ കേന്ദ്രം നിലവിൽ വരുന്നത് ബാംഗ്ലൂർ. 10,100 കിടക്കകളാണ് അവിടെ ഉള്ളത്. 10,100 കിടക്കകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ICC എലൈറ്റ് പാനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അമ്പയർ ആരാണ്? നിതിൻ മേനോൻ. ജിയോയുടെ 7.7% ഓഹരികൾ സ്വന്തമാക്കിയ കമ്പനി ഏതാണ്? ഗൂഗിളാണ്. എന്നാൽ ജിയോയുടെ 9.9% ഓഹരികൾ സ്വന്തമാക്കിയ കമ്പനിയാണ് ഫേസ്ബുക്ക്. ശകുന്തള ദേവിയുടെ ജീവിതം പ്രമേയമായുള്ള ശകുന്തള ദേവി ദ ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്ന ചിത്രത്തിൽ ശകുന്തള ദേവിയായിട്ട് വേഷമിടുന്ന ആരാണ്? വിദ്യാ ബാലനാണ്. ആരാണ്? വിദ്യാ ബാലൻ. ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ മ്യൂസിയം നിലവിൽ വരുന്നത്. ന്യൂഡൽഹിയിൽ. ഭാരത് ബയോടെക് ആണ് കേട്ടോ. ഭാരത് ബയോടെക് തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിനാണ്, കോവിഡ് വാക്സിനാണ് ഇത്. കോവാക്സിൻ. ഏതാണ്? കോവാക്സിൻ. ഭാരത് ബയോടെക് എന്നാണ്. ഭാരത് ബയോടെക് എന്ന് വായിക്കുക. തദ്ദേശീയമായി വികസിപ്പിച്ച കോവിഡ് വാക്സിനാണ് കോവാക്സിൻ.
സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ കരാർ ഒപ്പിട്ടത് ഏത് രാജ്യവുമായിട്ടാണ്? സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇസ്രായേലുമായിട്ടാണ് ഇന്ത്യ കരാർ ഒപ്പിട്ടത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെലികോപ്റ്ററിൽ നിന്ന് ശത്രു ടാങ്കുകളെ ലക്ഷ്യമാക്കി തൊടുക്കാവുന്ന ടാങ്ക് വേദ നിയന്ത്രണ മിസൈൽ സിസ്റ്റം. ടാങ്ക് വേദ നിയന്ത്രണ മിസൈലാണ് ധ്രുവാസ്ത്ര. ഏതാണ്? ധ്രുവാസ്ത്ര. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ നിരീക്ഷണം കർശനമാക്കാൻ DRDO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഡ്രോൺ ആണ് ഭാരത്. ഏതാണ്? ഭാരത്. APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതം അടിസ്ഥാനമാക്കിയുള്ള സിനിമയാണ് അബ്ദുൽ കലാം ദി മിസൈൽ മാൻ എന്നത്. അബ്ദുൽ കലാം ദി മിസൈൽ മാൻ. കാശ്മീരിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തുരങ്കപാതയാണ് 2021 പൂർത്തിയാകും. ഈ തുരങ്കപാതയുടെ പേരാണ് ഇസഡ് മോർ. കാശ്മീരിനെ ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തുരങ്കപാത. ഈ പേരിട്ടത് ആ തുരങ്കത്തിൻ്റെ ആകൃതിയുടെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ. അടുത്തായിട്ട് മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തിൻ്റെ പുതിയ പേര് വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാണ്. ഉത്തരം വിദ്യാഭ്യാസ മന്ത്രാലയം. പാകിസ്ഥാനിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം ഏതാണ്? ശ്രീകൃഷ്ണ ടെമ്പിൾ എന്നാണ്. ശ്രീകൃഷ്ണ ടെമ്പിളാണ് പാകിസ്ഥാനിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം. ഇസ്ലാമാബാദിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ചൈന ഹോങ്കോങ്ങിൽ ദേശീയ സുരക്ഷാ നിയമം പാസാക്കി. പുതിയ ചാര ഉപഗ്രഹമായ ഒഫക് 16 വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ഇസ്രായേലാണ്. ഒഫക് 16 ചാര ഉപഗ്രഹമാണ്. ഇത് വിക്ഷേപിച്ച രാജ്യമാണ് ഇസ്രായേൽ. ഇതുവരെയുള്ളതിൽ സൂര്യൻ്റെ ഏറ്റവും അടുത്തുള്ള ചിത്രമെടുത്ത നാസയും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെയും പേടകമാണ് ഏത്? ഓർബിറ്റർ പേടകം. ഉത്തരം ഏതാണ്? ഓർബിറ്റർ പേടകം. ചൈനയുടെ ആദ്യ ചൊവ്വ ദൗത്യത്തിൻ്റെ പേര് ഏതാണ്? Tianwen-1. ചൈനയുടെ ആദ്യ ചൊവ്വ ദൗത്യത്തിൻ്റെ പേര് ഏതാണ്? Tianwen-1. വിക്ഷേപണം വെൻചാങ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ്. എവിടെ നിന്നാണ് വിക്ഷേപണം? വെൻചാങ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന്. വാൾമാർട്ട് ഇന്ത്യയുടെ മൊത്ത വ്യാപാരം ഏറ്റെടുത്ത കമ്പനി ഏതാണ്? ഫ്ലിപ്കാർട്ടാണ്. വാൾമാർട്ട് ഇന്ത്യയുടെ മൊത്ത വ്യാപാരം ഏറ്റെടുത്ത കമ്പനിയാണ് ഫ്ലിപ്കാർട്ട്. നാസ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിച്ച പേടകമാണ് ജൂനോ. ഏതാണ്? ജൂനോ. ആദ്യമായി വ്യാഴത്തിന് ഉപഗ്രഹമായ ഗ്യാനിമീഡിൻ്റെ ഉത്തരധ്രുവ ചിത്രം പകർത്തി. അപ്പോൾ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗ്യാനിമീഡിൻ്റെ ഉത്തരധ്രുവ ചിത്രം പകർത്തി ആദ്യമായിട്ട് ഏത് പേടകം? ജൂനോ. നാസയാണ് വിക്ഷേപിച്ചത്. വ്യാഴത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗ്യാനിമീഡിൻ്റെ ഉത്തരധ്രുവ ചിത്രം പകർത്തി. ചൊവ്വയിൽ ജീവൻ്റെ സാധ്യത കണ്ടെത്താനുള്ള നാസ വിക്ഷേപിച്ച പേടകമാണ് പെർസിവറൻസ്. ഏതാണ്? പെർസിവറൻസ് എന്നാണ്. ജനഹിത പരിശോധന വഴിയുള്ള ഭരണഘടനാ ഭേദഗതിയിലൂടെ 2036 വരെ അധികാരത്തിൽ തുടരാൻ അനുമതി ലഭിച്ച രാഷ്ട്രത്തലവനാണ് വ്ളാഡിമിർ പുടിൻ. റഷ്യൻ ഭരണാധികാരിയാണ്. റഷ്യൻ പ്രസിഡന്റാണ് വ്ളാഡിമിർ പുടിൻ. 2020 പ്രഥമ പ്രൊഫസർ PC മഹ്ലനോബിസ് നാഷണൽ അവാർഡ് ഇൻ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് നേടിയത് C. രംഗരാജൻ. ഉത്തരം C. രംഗരാജൻ. ലോകത്തിലെ ആദ്യ ഓൺലൈൻ BSc ബിരുദം നടപ്പാക്കിയത് IIT മദ്രാസ് ആണ്. IIT മദ്രാസ്. രാജ്യം ഏത് മുൻ പ്രധാനമന്ത്രിയുടെ 100ാം ജന്മവാർഷികത്തിലാണ് സ്റ്റാമ്പ് പുറത്തിറക്കുവാൻ തീരുമാനിച്ചത്? ഉത്തരം PV നരസിംഹറാവു. ജൂലൈ 1 മുതൽ കേന്ദ്ര സർക്കാർ ഏത് ആക്ടിനാണ് ഭേദഗതി നിലവിൽ കൊണ്ടുവന്നത്? ജൂലൈ 1 മുതൽ. അതായത് ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് 1899 ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് 1899 അതിനാണ് ഭേദഗതി കൊണ്ടുവന്നത്. ജൂലൈ 1 മുതലാണ് കേന്ദ്ര സർക്കാർ ഭേദഗതി ഈ നിയമത്തിന് കൊണ്ടുവന്നത്. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും മൂല്യമുള്ള കളിക്കാരനായി വിറ്റ്സൺ മാഗസിൻ തിരഞ്ഞെടുത്തത് രവീന്ദ്ര ജഡേജ. ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയറാണ്. ഓൾറൗണ്ടറാണ്. സ്പിൻ ബോളറാണ്. അതുപോലെ തന്നെ ഓൾറൗണ്ടർ പ്ലെയറാണ്. HDFC ആരംഭിച്ച ഓൺലൈൻ ഇൻസ്റ്റന്റ് ഓട്ടോ ലോൺ ഏതാണ്? സിപ്പ് ഡ്രൈവ്. ഏതാണ്? സിപ്പ് ഡ്രൈവ്. 2020 ആഗോള ഉച്ചകോടിയിൽ 2 അവാർഡുകൾ കരസ്ഥമാക്കിയ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഡിജിറ്റൽ പദ്ധതി ഏതാണ്?
മൈ ഗവ് കൊറോണ. ഏതാണ് മൈ ഗവ് കൊറോണ? അമേരിക്കൻ സ്വാതന്ത്ര്യദിനം എന്നാണ്? ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യദിനം. ഓവർ ഡ്രാഫ്റ്റ് സേവിങ് ദ ഇന്ത്യൻ സേവർ എന്ന കൃതി രചിച്ചതാരാണ്? ഊർജിത് പട്ടേലാണ്. ആരാണ്? ഊർജിത് പട്ടേൽ. ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും വലിയ ചരക്ക് ട്രെയിൻ? ശേഷ്നാഗ്. ചരക്ക് ട്രെയിനിൻ്റെ പേരാണ് ശേഷ്നാഗ്. 2.8 കിലോമീറ്ററാണ് ഈ ചരക്ക് ട്രെയിനിൻ്റെ നീളം. കോവിഡ്-19 പ്രതിരോധത്തിലെ വീഴ്ചയെ തുടർന്ന് രാജിവെച്ച ന്യൂസിലൻഡിലെ ആരോഗ്യമന്ത്രി ആരാണ്? ഡേവിഡ് ക്ലാർക്ക്. ഉത്തരം ഡേവിഡ് ക്ലാർക്കാണ്. അടുത്തതായിട്ട് ഇന്ത്യയുടെ 66ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററാണ് ജി ആകാശ്. ആരാണ്? ജി ആകാശ്. 2020 ചെസ് ബിൽ മാസ്റ്റേഴ്സ് ഓൺലൈൻ ടൂർണമെൻറ്റ് ജേതാവാരാണ്? മാഗ്നസ് കാൾസൺ. മാഗ്നസ് കാൾസൺ. കോവിഡ്-19-നെതിരെ മരുന്ന് വികസിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിൽ ആരംഭിച്ച പരിപാടിയാണ് ഡ്രഗ് ഡിസ്കവറി ഹക്കാത്തൺ. ഡ്രഗ് ഡിസ്കവറി ഹക്കാത്തൺ 2020. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ജൂലൈ മാസം 2020 കറണ്ട് അഫെയറുകൾ എല്ലാ കറണ്ട് അഫെയർസും ഏകദേശം നമ്മൾ പൂർണ്ണമായിട്ടും തന്നെ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത മാസം ഓഗസ്റ്റ് മാസം 2020 കറണ്ട് അഫെയർസുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വിജയാശംസകൾ. താങ്ക് യു.